അതിലിപ്പോൾ സത്യത്തിൽ അതറിയണമെങ്കിൽ ആ ഒരു ഡ്രൈവർ സീറ്റിൽ തന്നെ ഇരിക്കുക തന്നെ വേണം സത്യത്തിൽ. പക്ഷെ ഒരു കേസൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കേസ് എത്തുന്നവരെ മനസ്സുള്ളൊരു ചിന്ത ആ കേസിനെ സംബന്ധിച്ച് മാത്രമായിരിക്കും. കാരണം ചിലപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയായിരിക്കും, ചിലപ്പോൾ പ്രായമുള്ളവരൊക്കെ അല്ലെങ്കിൽ മിഡിൽ ഏജുള്ള ആൾക്കാരാകാരം. ഒരു സ്ത്രീ ഗർഭിണിയായിരുന്നു, ആ സ്ത്രീ ബാത്റൂമിൽ പോയതാ. അതിൽ അങ്ങനെ കുട്ടി പ്രസവിച്ചു, പെട്ടെന്ന് വിളി വന്നു, എൻ്റെ സുഹൃത്താണ് വിളിച്ചു. ഞാൻ ആ കുട്ടീനെ പ്രസവിച്ച കുട്ടീനെയും ആ തള്ളനെയും അതേപോലെ എടുത്ത് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടി വന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് എൻ്റെ നാട്ടിലാട്ടോ, മണ്ണാർക്കാടാണ്. നമുക്കറിയാം, നമ്മുടെ നിരത്തിലൂടെ സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ളവൻ്റെ ജീവന് വേണ്ടി പരക്കം പായുന്നൊരു വിഭാഗമുണ്ട്, ആംബുലൻസ് ഡ്രൈവർമാർ. അവരുടെ ജീവിതം അല്ലെങ്കിൽ അവർ പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ഇതൊന്നും വല്ലാതെ പൊതുജനങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. ഇതൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അത്തരത്തിൽ മണ്ണാർക്കാടുള്ള നന്മ ഗ്രൂപ്പിൻ്റെ കുറച്ച് ആംബുലൻസ് ഡ്രൈവർമാരുടെ ജീവിത കഥയാണ് ഇന്നത്തെ വീഡിയോ. ആരും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. ഒരു ആംബുലൻസ് ഡ്രൈവർമാർ ഓരോ ജീവനും കൊണ്ട് നിരത്തിലൂടെ പാഞ്ഞു പോകുന്നത് നമ്മളെല്ലാവരും അനുദിനം ഇഷ്ടംപോലെ കാണുന്നതാണ്. അവർ അനുഭവിക്കുന്ന ഒരുപാട് ടെൻഷൻ, അല്ലെങ്കിൽ ആ വണ്ടിയിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ദൗത്യം വെച്ചിട്ടാണ് അവർ ഈ പെടാപ്പാട് വിട്ടിങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നത്. അവരുടെ ജീവിത കഥയാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആളുകൾ കേട്ടോ. 3 പേരുണ്ട്. നിങ്ങളെ പേര് ഓരോരുത്തർ പേര് പറഞ്ഞാണി. എൻ്റെ പേര് ഷിയാസ്. നിങ്ങൾ? എൻ്റെ പേര് റിയാസ്. ഇവിടെ ബാസിത്ത്. നിങ്ങൾ ഏത് ആംബുലൻസിലാണ് ഓടുന്നത്? നിങ്ങളെ ആംബുലൻസിൻ്റെ പേര്? എൻ്റെ നന്മ മണ്ണാർക്കാട്. ഇത് നിങ്ങളത് തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആണോ? അല്ല, അത് എൻ്റെ തന്നെയാണോ. ഓണർമാർ നിങ്ങൾ തന്നെയാണ്? ഞാൻ തന്നെയാണ്. ഏകദേശം എത്ര വണ്ടി ഉണ്ടാവും നിങ്ങൾക്ക്? ഏകദേശം ഒരു 8-10 വണ്ടി മേലുണ്ട്. ഇപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു, സ്വന്തം ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ മറ്റുള്ളവരുടെ ജീവന് വേണ്ടി ചീറിപ്പായുന്ന ആളുകളാണ് നിങ്ങൾ. ഇപ്പോൾ നമ്മൾ തന്നെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ സൈറനൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു വേവലാതി ഉണ്ടാവും. നിങ്ങൾ എത്രത്തോളം അനുഭവിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായ സംഘർഷം, ആ ഒരു മാനസിക അവസ്ഥ ഉണ്ടല്ലോ. ഓരോ പേഷ്യൻറ്റിനായിട്ട് പോകുമ്പോൾ ഒരു ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തുന്നവരെയുള്ള നിങ്ങൾ ആ ഒരു മാനസികാവസ്ഥ അതറിയാൻ ഒരുപാട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. അതൊന്ന് ചെറുതായിട്ടൊന്ന് വിവരിച്ചു തരും. അതിലിപ്പോൾ സത്യത്തിൽ അതറിയണമെങ്കിൽ ആ ഒരു ഡ്രൈവർ സീറ്റിൽ തന്നെ ഇരിക്കുക തന്നെ വേണം സത്യത്തിൽ, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കേസൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കേസ് എത്തുന്നവരെ മനസ്സുള്ളൊരു ചിന്ത ആ കേസിനെ സംബന്ധിച്ച് മാത്രമായിരിക്കും. കാരണം ചിലപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയായിരിക്കും, ചിലപ്പോൾ പ്രായമുള്ളവരൊക്കെ അല്ലെങ്കിൽ മിഡിൽ ഏജുള്ള ആൾക്കാരാകാരം. പല സാഹചര്യത്തിലാക്കാരം ഉണ്ടാവുക. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ നാച്ചുറലായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ മനസ്സിൽ. ആ ഒരു സമയത്ത് അവിടെ എത്തുന്നത് വരെ നമ്മൾ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലാണ് അവിടെ എത്താനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ പറഞ്ഞു അള്ളഹാനോട് പറഞ്ഞ് പോകുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ പോകണം. രണ്ടും കൽപ്പിച്ചൊരു പോക്കാണ്, അത്രേ ഉള്ളൂ. ആ പോക്കിൽ ഞാൻ പറഞ്ഞല്ലോ, പല വിധത്തിൽ നമ്മൾ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങളെ ശ്രദ്ധ മറന്നിട്ട് പോകണം. നിങ്ങളുടെ ലക്ഷ്യം ഈ ഒരു ബാക്കിൽ കിടക്കുന്ന പേഷ്യൻറ്റ് മാത്രമായിരിക്കും. അത് പല വിധത്തിൽ ക്രിട്ടിക്കൽ സ്റ്റേജാണ് പിന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന കേസുകൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം ഞാനൊരു ഡ്രൈവറാണ്. നമുക്ക് ചെറിയൊരു കേസ് കെട്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് ആകെ വെപ്രാളം കയ്യും കാലൊക്കെ വെറുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ആക്സിഡൻ്റ് ആയതും അതേപോലെ തന്നെ പല വിധത്തിലുള്ള ആളുകളായിരിക്കും നിങ്ങൾ എടുത്ത് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചത്. നിങ്ങളിപ്പോൾ ഏകദേശം എത്ര വർഷമായി ഈ ഒരു ആംബുലൻസ് ഫീൽഡിൽ? ഞാൻ ഏകദേശം 17 കൊല്ലം കഴിഞ്ഞു, 18ാമത്തെ കൊല്ലം ഈ ഒരു നന്മ വണ്ടി ഓടിക്കണം അല്ലേ? ആദ്യം വ്യാപാരി വ്യവസായന്റെ വണ്ടിയിലായിരുന്നു, പിന്നെ നന്മയിൽ സ്വന്തമായിട്ട് എടുത്തിട്ട് അങ്ങനെ. നിങ്ങൾക്ക് ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ? അതിലേതെങ്കിലും ഒന്ന് ഓർത്തെടുത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അതിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലിപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 മാസം 3 മാസം മുമ്പ് തന്നെ ഒരു സ്ത്രീ ഗർഭിണിയായിരുന്നു, ആ സ്ത്രീ ബാത്റൂമിൽ പോയതാ. അതിൽ അങ്ങനെ കുട്ടി പ്രസവിച്ചു, പെട്ടെന്ന് വിളി വന്നു, എൻ്റെ സുഹൃത്താണ് വിളിച്ചു. ഞാൻ ആ കുട്ടീനെ പ്രസവിച്ച കുട്ടീനെയും ആ തള്ളനെയും അതേപോലെ എടുത്ത് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടി വന്നു. അതൊക്കെ ഒരു അനുഭവിക്കുക. അതൊക്കെ ശരിക്കും ആ ഒരു ഫീൽഡിൽ വരുമ്പോഴേ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും ഇതൊക്കെ അറിയാൻ കഴിയുള്ളൂ. ആ കുട്ടിയുടെ എന്താ പറയുക, ആ കുട്ടി സേഫാണ്, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതൊരു അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മണ്ണാർക്കാട് ടു ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഈ എമർജൻസി കേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഇല്ല ടൗണ് ഞാൻ മനസ്സിലാക്കുന്നു പെരിന്തൽമണ്ണ ആയിരിക്കും കൂടുതലുണ്ടാവുക, അതോ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ലേ, ഞങ്ങൾ മണ്ണാർക്കാട് കഴിഞ്ഞു പോകുക എന്നുള്ളത് ഭയങ്കര ടാസ്കുള്ളൊരു വിഷയമാണ്. പക്ഷേ ഇപ്പോൾ ഇത് എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മളൊരു ഷിയാസ് മണ്ണാർക്കാട് ഉള്ളതുകൊണ്ട് മൗലാന അതിനുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഞങ്ങൾ നന്മ കൂട്ടായ്മ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എത്തിക്കാനുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള കേസാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ അപ്പോൾ ഫോർവേഡ് ചെയ്യാൻ. നമ്മൾ ഈ മണ്ണാർക്കാട് ടൗണെന്നല്ല, മണ്ണാർക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ടീമുകളും കോഴിക്കോട് മുതൽ അതിനപ്പുറത്തേക്കുള്ള ടീമുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് നമുക്ക് വളരെ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് സുഖസുന്ദരമായിട്ട് എത്തിക്കാവുന്ന സ്ഥലങ്ങളിൽ
പിന്നെ സേഫായി എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. നിലവിൽ പണ്ടൊക്കെ ആയിരുന്നു ഈ പറഞ്ഞ മണ്ണാർക്കാട് ബ്ലോക്കും ഈ ഗ്രൂപ്പൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഭയങ്കര റിസ്ക് ആയിരുന്നു. ഇന്നൊക്കെ ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് പെരിന്തൽമണ്ണ സുഖമായിട്ട് അഥവാ നിങ്ങളൊരു എമർജൻസി എടുക്കുന്ന സമയത്ത് ഗ്രൂപ്പിൽ അത് ഔട്ട് ചെയ്യും. ഇമ്പോർട്ടൻ്റ് കേസ് ആണെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വഴി സെറ്റാക്കി തരാം. ഒരുപാട് മറ്റേ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഉണ്ട്, പൊതുജനങ്ങളുണ്ട്, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, അതുമാതിരി CID തൊഴിലാളികളുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്, ഫയർഫോഴ്സ് ടീമുകാരുണ്ട്. അവരെല്ലാവരും ഒത്തിണങ്ങിയുള്ള ഒരു ഗ്രൂപ്പാണ്. കാരണം ഒരുപാട് ടീം അംഗങ്ങളുണ്ട്. അപ്പോൾ പാലക്കാട്, കോഴിക്കോട് അങ്ങനെ പല ഭാഗങ്ങൾക്കും ഉണ്ട്. നമ്മുടെ അട്ടപ്പാടി ഇപ്പോൾ കഴിഞ്ഞൊരു 2 മാസം ആയിട്ടുണ്ടാവും. അപ്പോൾ അട്ടപ്പാടി ഒരു എമർജൻസി ഉണ്ടാവും. ഒരു മരം വീണ് കേസ്, ആംബുലൻസ് കിട്ടാതെ വൈകിയത് ആ കേസൊക്കെ നമ്മൾ അതില് ഷിഫ്റ്റിംഗ് ഗ്രൂപ്പിൽ ചെയ്തിട്ട് ആള് ഡെത്തായി. അത് കൊണ്ടുപോയത് നിങ്ങളാണ് അല്ലേ? അല്ല, നമ്മളല്ല കൊണ്ടുപോയത്, ആംബുലൻസ് കിട്ടിയില്ല, എമർജൻസി ഷിഫ്റ്റിംഗ് ആയിട്ടാണ് കൊണ്ടുപോയത്. ആ കേസൊക്കെ EMS ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു റെഫർ. പക്ഷെ അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ തന്നെ മദർ കെയർ ഹോസ്പിറ്റലിൽ കയറ്റി ആള് ഡെത്തായി. അങ്ങനെ പല കേസുകൾ. ഇപ്പൊ 2 ദിവസം മുന്നേ, ഒരാഴ്ച മുന്നേ ഇതുപോലെ തന്നെ ഒരു കേസ് ഉണ്ടാകും. മറ്റേ ഓട്ടോറിക്ഷ തട്ടിയിട്ട് ബൈക്കുകാരൻ വീണിട്ട് ഈ മണ്ണാർക്കാട് മുക്കണം ഭാഗത്തിലെ മുകുന്ദൻ എന്ന് പറഞ്ഞൊരു പയ്യൻ. അവന് പറഞ്ഞ അടുത്തുള്ള തൊട്ടടുത്ത മറ്റേ മദർ കെയർ ഹോസ്പിറ്റലാണ് നമ്മൾ എത്തിച്ചത്. ഞാൻ തന്നെ എത്തിച്ച കേസ്. പക്ഷേ അവിടുന്ന് എമർജൻസി ആയിട്ട് അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് കോഴിക്കോട് മിംസിക്ക് ഉണ്ട്. പക്ഷെ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ കാല് കട്ടായിരുന്നു, വലത് കാലിൻ്റെ നരമ്പ് കട്ടായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞ കാര്യം 10 മിനിറ്റും പാടെ വൈകിട്ടുണ്ടെങ്കിൽ മറ്റേ കാല് നമുക്ക് അവൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഡോക്ടർ പറഞ്ഞു. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ഗ്രൂപ്പുകൾ ഉണ്ടാവുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അത് നമ്മൾ എല്ലാവരും സപ്പോർട്ടാണ്. നമ്മൾ പോലീസുകാരായാലും ശരി, പൊതുജനങ്ങളായാലും ശരി, എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക്. കാരണം അത്രയും എമർജൻസി കാര്യങ്ങൾ മാത്രമേ നമ്മളത് അപ്ലോഡ് ചെയ്യും. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ നന്മ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും ഭയങ്കര ആക്റ്റീവാണ്. ഈ കേസ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ഡോക്ടറോട് ചോദിച്ച് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഈവൻ ഗവൺമെൻറ് ഓഫീസർമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഞാൻ വേറൊരു സംഭവം ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഭയങ്കര ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ട്രാഫിക്കാണ് നമ്മുടെ കോടതിപ്പടി ജംഗ്ഷനിലൊക്കെ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പോണ വഴിയിൽ പിന്നെ ട്രാഫിക് ജാമിൽ പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വൈകിട്ട് ഏതെങ്കിലും ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ നിലവിൽ മണ്ണാർക്കാട് ടൗണിലും പെരിന്തൽമണ്ണ ടൗണിലൊന്നും അങ്ങനെ കുടുങ്ങിയിട്ടുണ്ടാവേണ്ട ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആംബുലൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പെരിന്തൽമണ്ണയിലേക്ക് അത്രയും സപ്പോർട്ട്. ഞങ്ങളെക്കുറിച്ചും ഞങ്ങളെ വണ്ടിനെ കുറിച്ചൊക്കെ അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സപ്പോർട്ടാണ്. നമ്മുടെ ഗ്രൂപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. നാട്ടുകൽ സ്റ്റേഷന്, മണ്ണാർക്കാട് സ്റ്റേഷന്, അങ്ങനെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഗ്രൂപ്പാണ്. അവരൊക്കെ സപ്പോർട്ടാണ്. എമർജൻസി കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് റോഡ് സപ്പോർട്ട് ചെയ്തു, റോഡിൽ ഒരു ക്ലിയറൻസ് ചെയ്തു തരും. നമ്മൾ ആ ട്രാഫിക് സിനിമയിൽ ചെയ്ത പോലെ കോടതി CID തൊഴിലാളികളെ, ബസ് സ്റ്റാൻഡ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരൊക്കെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ അവർ എമർജൻസി ന്യൂസ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ അനുസരിച്ച് ക്ലിയറൻസ് കിട്ടും. തീർച്ചയായും അവരൊക്കെ അതിൽ ഗ്രൂപ്പിലുള്ളതാണ്. ഞങ്ങൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. അവർ ആ സ്പോട്ടിൽ ഓരോ സെക്ഷനിലും ഓരോ ഓരോ കിലോമീറ്റർ നെല്ലിപ്പുഴ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുകൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് പറഞ്ഞിട്ട് ആൾക്കാരെ തിരിച്ചറിയിപ്പിക്കേണ്ട ഒരു ഇത് വരുന്നില്ല. അത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി ചോദിക്കാനുള്ളത്, എനിക്ക് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, നേരത്തെ ചോദിച്ചത് അതേപോലെ തന്നെയാണ്. നിങ്ങൾ ഈ ഒരു എമർജൻസി ആയിട്ട് ഇങ്ങനെ ചീറി പാഞ്ഞ് റോഡിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ചെറിയ ആക്സിഡൻറ്റുകളോ കാര്യങ്ങളോ എന്തെങ്കിലും, നമ്മളിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. സ്പീഡ് പോണ ആംബുലൻസ് വേറെ വണ്ടിയിൽ തട്ടിയിട്ട് ഒരുപാട് ഡെത്ത് വരെ സംഭവിച്ച ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട്. വീഡിയോ സഹിതം CCTV ഫൂട്ടേജ് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? അതിൽ വണ്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ ഡ്രൈവർമാർ വണ്ടി തട്ടിയിട്ടുണ്ട്, മറിഞ്ഞിട്ടുണ്ട്. അതിൽ കുറേ ഇൻസിഡൻ്റൊക്കെ കുറേ മുമ്പ് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതായി ലാസ്റ്റ് കഴിഞ്ഞ മാസം വരെ നമ്മളെ ഒരു വണ്ടിയിൽ തട്ടി ഒരു കേസെടുക്കാൻ പോകുന്ന സമയത്താണ് തട്ടിയത്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ ജനങ്ങൾ ഞങ്ങളോടുള്ള സപ്പോർട്ട് കൊണ്ട് അതൊന്നും വലിയ വിഷയമായിട്ട് വരുന്നില്ല. കാരണം അവർക്കറിയാം ഞങ്ങൾ കേസെടുക്കാൻ പോവുകയാണ്, ഞങ്ങൾ അതിൻ്റെ എമർജൻസിക്കാണെന്നുള്ളത് കൊണ്ട് ഇതുവരെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല വണ്ടി തട്ടിയിട്ട്. അതാണ് അതിൻ്റെ സത്യം. വണ്ടികൾക്കൊക്കെ കുറേ പരിക്ക് വരലുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഈ റോഡ് നിയമത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളിങ്ങനെ ഹൈ സ്പീഡിൽ പോകുന്ന നിങ്ങൾക്ക് ഈ സ്പീഡ് പരിധി ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, സ്പീഡ് പരിധി ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ചിലപ്പോൾ ഈ സീബ്ര ക്രോസിംഗ് ഒക്കെ സ്കൂൾ തലങ്ങളിലോ അല്ലെങ്കിൽ കോളേജിലേക്ക് മുമ്പിലുള്ള സംഭവം, അവിടെ ഈ പാസേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ ഇതുവരെ? എന്തെങ്കിലും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ബുദ്ധിമുട്ട്. അതിലൊരു പൊതുവായിട്ട് പറയാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആംബുലൻസ് എന്ന് പറയുന്നത് ഒരാളെ രക്ഷിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ
അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ഒരു പുതിയ ഒരു സംരംഭത്തിൽ ഒരു വലിയൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ പോലുണ്ട് ചില സംവിധാനം, ചില സമയങ്ങളിൽ. ഈ നമ്മൾ പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി നമ്മൾ നോക്കി ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച പാഠം. കാരണം റോട്ടിൽ കൂടെ ഒരുപാട് ചെറിയ കുഞ്ഞു കുട്ടികൾ സ്കൂൾ വിട്ട സമയങ്ങളിലുണ്ടാവും, അതേപോലെ തന്നെ ഒരുപാട് വൃദ്ധരുണ്ടാവും, ഒരുപാട് വണ്ടി ഓട്ടാൻ അറിയാത്ത കുറച്ച് ആൾക്കാർ, പുതിയതായിട്ട് കിട്ടി ഇറങ്ങിയ ആൾക്കാരുണ്ടാവും. പിന്നെ സീബ്ര ക്രോസിങ്ങിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സേറം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ആ വഴി കേട്ടിട്ടുണ്ടാവില്ല, അങ്ങനെ ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇതിനൊക്കെ ഒരൊറ്റ വഴി എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് ടൗണിൽ കൂടെ ഒരു മീഡിയം സ്പീഡ് പോവുക എന്നുള്ളത് ഒരൊറ്റ കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. ഇതിനോട് ബന്ധപ്പെട്ട് വേറൊരു സജ്ജീകരണം വരും അല്ലെങ്കിൽ വരുത്താൻ പറ്റുന്ന, ഇപ്പോൾ ഈ 18 കൊല്ലമായിട്ട് എനിക്കിതിൽ ഒരു മാറ്റങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടൗൺ ഏരിയയിൽ കൂടെ പതുക്കെ പോവുക, അതേപോലെ ഈ ബസ് സ്കൂൾ വിട്ട സമയങ്ങളിൽ പതുക്കെ പോവുക, രാവിലെ ആകുമ്പോൾ മദ്രസ കുട്ടികൾ പോകുന്ന സമയത്ത് പതുക്കെ പോവുക. ഒരു ബസ് നിർത്തിക്കഴിഞ്ഞാൽ, ഒരു ഓട്ടോ നിർത്തി, അല്ലെങ്കിൽ ഒരു ട്രാവലർ, പാസഞ്ചർ ട്രാവലറൊക്കെ നിർത്തിയാൽ അതിൻ്റെ മുമ്പ് കൂടെ എപ്പോഴും കുട്ടികൾ മുന്നേ ചാടും എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോവുക. എപ്പോഴും ഡ്രൈവിങ് എപ്പോഴും ചവിട്ടിയാൽ കിട്ടാവുന്ന ഒരു സ്പീഡിൽ പോവുക. ഡ്രൈവിങ് അതിൽ പേഷ്യൻ്റ് സേഫ്റ്റി ആണ്, പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് വണ്ടിയിലുള്ളൊരു ആളുകൾ, വണ്ടിയിലെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവും, മുമ്പിലെ റോട്ടിലെ ആൾക്കാരുണ്ടാവും, ഈവൻ നമ്മൾ ഡ്രൈവർമാരാണ്, നമ്മളെ വണ്ടികളുടെ, ഇതൊക്കെ സേഫായിട്ട് ഒരു മിതമായ രീതിയിൽ പോവാം. അതാണിപ്പോൾ ഞങ്ങൾ പഠിച്ച ഒരു ഇത്. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളെ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജീവൻ കൊണ്ട് പായുന്ന ആളുകളാണ് നിങ്ങളെ കാണുന്ന, നിങ്ങളെ വാഹനം സൈറൻ ഇട്ട് വരുന്ന ആളുകളുണ്ടാവുമല്ലോ, കാണുന്ന ആളുകൾ, അവരോടെന്തെങ്കിലും, ഇപ്പോൾ ഞാനൊക്കെ ബൈക്കിൽ പോകണോ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ആംബുലൻസ് സ്പീഡ് പോയി കഴിഞ്ഞാൽ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാം. പെരിന്തൽമണ്ണ സിറ്റിയിൽ സ്ഥിരം കാഴ്ചയാണത്. ഒരു ആംബുലൻസ് സ്പീഡ് പോയി കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ 2 വീലറൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ കണ്ടിട്ട്, അത് നിയമപരമായിട്ട് തെറ്റുമാണ് അല്ലേ? അത് പിടിച്ചു കഴിഞ്ഞാൽ പോലീസൊക്കെ പിടിക്കുന്നു തോന്നുന്നു. അങ്ങനെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി മാറി തരാതെ മനഃപൂർവ്വം നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളോട് എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടോ, ഒരു ആംബുലൻസ് ഡ്രൈവേഴ്സ് എന്നുള്ള നിലയ്ക്ക്? അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അഡ്വൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മുന്നിൽ പോകുന്നൊരു വാഹനം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ കൂടുതൽ ഫാസ്റ്റിൽ പോവുക. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്കിംഗ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ബാക്കിൽ ഞങ്ങൾ ഈ ഒപ്പം പിടിക്കുന്ന ആൾക്കാരുടെ അപകടം പെട്ടെന്ന് സംഭവിക്കും. കാരണം ഞാനൊന്ന് ബ്രേക്ക് ചെയ്താൽ മതി, ബൈക്കുകാരോ ഓട്ടോറിക്ഷക്കാരോ ചിലപ്പോൾ എൻ്റെ സ്പീഡിലായിരിക്കില്ല അവർ വരുന്നത്, പെട്ടെന്ന് വന്ന് വണ്ടിക്കകത്ത് അടിക്കുകയും ചെയ്യും. അതിൻ്റെ പുറമെ നമ്മളെ വണ്ടിയിലെ ബാക്കിലുള്ള ആൾക്കാർക്കുള്ള പരിക്ക് പറ്റുകയും ചെയ്യും. അതേപോലെ തന്നെ മുമ്പിൽ പോണ ബൈക്കുകാർ മുന്നിൽ കിടന്ന് കളിക്കാതിരിക്കുക, അത് അവർ മനസ്സിലാക്കേണ്ട ഒരു വിഷയങ്ങളാണ്. അവർ ഈ സോഷ്യൽ മീഡിയകളും ഇത്രയും കാലഘട്ടത്തിൽ ഇങ്ങനെ വളർന്നിട്ടും ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്ഥിരം നമ്മൾ കാണുന്നുണ്ട്, ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഓണടിച്ചാലും സയറടിച്ചാലും എന്തോ കേസായിക്കോട്ടെ, ആംബുലൻസ് സയറടിച്ച് പോകുമ്പോൾ അവർക്കൊന്ന് വഴി കുറച്ച് നേരം അല്ലെങ്കിൽ 1-2 സെക്കൻഡ് ഒന്ന് വഴി മാറിയാൽ അതിൽ പേഷ്യൻ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, സപ്പോസ് ഉണ്ടെങ്കിലോ എന്നുള്ള ചിന്തയിലൊന്ന് മാറിക്കൊടുക്കുക. അത് ചിലപ്പോൾ ഒരു ജീവന് വരെ തിരിച്ചു കിട്ടാനുള്ള ഒരു ചാൻസ് ആയിരിക്കും. അത് അത്രമാത്രം ചിന്തിക്കുക, അതിൽ കൂടുതലൊന്നും ചിന്തിക്കാതിരിക്കുക. ഇൻസിഡൻറ്റുകൾ വേറെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമുക്ക് നല്ലത് മാത്രം ചിന്തിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ എന്തായാലും ഈ ഒരു ആംബുലൻസും സൈറനും കേട്ട് കഴിഞ്ഞാൽ കുറച്ച് മനസാക്ഷിയുള്ള ആളുകൾ എന്തായാലും വണ്ടി ഒതുക്കി തരും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പേഷ്യൻ്റ് ഉണ്ടോ ഇല്ലേ എന്നൊന്നും പുറത്ത് സൈഡാക്കുന്ന ആളുകൾക്കോ കാണുന്ന ആളുകൾക്കോ അറിയില്ല. നിങ്ങളുടേതായ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ സൈറൻ അല്ലെങ്കിൽ ഈ ഒരു ആംബുലൻസ് എന്ന് പറയുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ റോഡിൽ, അത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും, അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അത് നല്ലൊരു ചോദ്യം അപ്പോൾ നിങ്ങൾ ചോദിച്ചത്. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമാണത്. അത് ഞാൻ മിസ്യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആരും അത് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് തർപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് നമ്മളെ കാര്യം പറയാൻ പറ്റുള്ളൂ. കാരണം മണ്ണാർക്കാട് നിന്നൊരു കേസ്, മണ്ണാർക്കാട് ടൗൺ കഴിയണമെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റ്, ഒരു 7 മിനിറ്റൊക്കെ ഞങ്ങൾക്ക് ടൈം വേണം. ഞങ്ങൾക്ക് വിളിക്കുന്നത് ചിലപ്പം മദർ കെയർ നിന്നായിരിക്കും, അല്ലെങ്കിൽ വല്ല കൊടക്കാട്ടുനിന്നോ അല്ലെങ്കിൽ കുന്തിപ്പുഴയ്ക്കുന്നോ, ഈവൻ അത് ഏത് ഭാഗത്തായിക്കോട്ടെ, അങ്ങോട്ട് ടൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും കവർ ചെയ്തിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് വിളിക്കുന്ന മദർ കെയറിലാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു ആംബുലൻസ് വിളിക്കുക, പെട്ടെന്ന് വരണം, ഞങ്ങൾക്കൊന്ന് മൗലാനയ്ക്കോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ സേറൻ ഇതാണ് ഈ ടൗണ് നമുക്ക് ഒരിക്കലും കടക്കാൻ കഴിയില്ല. സേറൻ ഇട്ടിട്ട് കടക്കാതെ പിന്നെ മദർ കെയർ എത്തണമെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റ് വേണം. അതേ ഞങ്ങൾക്ക് സേർ ഇട്ട് പോവുകയാണെങ്കിൽ ഒരു 6 മിനിറ്റോ 5 മിനിറ്റോ മതി. ആ ഒരു 10 മിനിറ്റും കൂടി ഈ പേഷ്യൻറ്റിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ള കാഴ്ചപ്പാടിലാണ് സേർ ഇട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ആവശ്യത്തിന് വേണ്ടി പോകുക എന്നുള്ളത്, അത് ചെയ്യാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റാണ് ഞാൻ ആംബുലൻസ് ഡ്രൈവറായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻസിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
കാരണം ഞങ്ങളൊന്നും അറിയില്ല, ഞങ്ങൾ ഷെയറിട്ട് ഇങ്ങനെ പോകും. പക്ഷെ ഞങ്ങൾക്ക് ഒതുക്കി തരാൻ വേണ്ടിയിട്ട് വണ്ടികൾ ഡിവൈഡർ തട്ടിക്കും, അല്ലെങ്കിൽ വേറെ വണ്ടിയുടെ മിറർ തട്ടിക്കും, അല്ലെങ്കിൽ ബസ്സുകാരൻ പെട്ടെന്ന് ചവിട്ടിയിട്ട് പിന്നാലെ ഒരു സ്ത്രീ ആക്കാരൻ വണ്ടി ഓട്ടി വരിക, ചിലപ്പോൾ അതങ്ങനെ ഇടിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മളെപ്പോലുള്ള ആംബുലൻസ് ഡ്രൈവർമാർ അത് മനസ്സിലാക്കിയിട്ട് അവർ ആ ഡ്രൈവിങ്ങിൽ തന്നെ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റാണ്. ഈവൻ ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഇടയ്ക്ക് കേരളത്തിൻ്റെ ഏതോ ഭാഗത്ത് നമ്മളൊരു ഓപ്പോസിറ്റ് ആംബുലൻസ് കയറി വന്ന് ഒരു കാറിലിടിച്ച് 3 ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ളൊരു വിവരം വായിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? അത് ശരിക്കും അത് ഓപ്പോസിറ്റ് ആംബുലൻസ് കയറി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 20, 30, 40 സ്പീഡ് കൂടുതൽ പോവാതിരിക്കുക. ഓപ്പോസിറ്റ് വണ്ടി വരുന്ന ആൾക്കാരെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യിപ്പിക്കുക. ഐ മീൻ ഹോൺ അടിച്ചും ഷെയർ ഇട്ടിട്ടും ലൈറ്റ് ഇട്ടും അവരെ നമ്മളെ കാണിച്ചിട്ട് ഡ്രൈവ് ചെയ്യുക. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തിരക്ക് ഒഴിവാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ മാത്രം കടക്കുട്ടി ഡ്രൈവ് ചെയ്യുക. അല്ലാതെ ആ ഒരു ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് 300-ലും 90-ലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന കാറുകാരനെ അറിയില്ല, പെട്ടെന്ന് ആംബുലൻസ് കയറി വരുന്നത്. കാരണം ഓപ്പോസിറ്റ് വരുമ്പോൾ സേറൻ്റെ വിളി കേൾക്കാൻ പിന്നെ സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ മിററൊക്കെ കയറ്റി ഫുൾ AC വരുന്ന ടീമുകളൊക്കെ, പ്രത്യേകിച്ച് കുട്ടികളുടെ വണ്ടിയിലൊക്കെ ഒരു പകുതി ശ്രദ്ധ ഉണ്ടാവുള്ളൂ, ബാക്കി ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഡ്രൈവർമാർ ശ്രദ്ധിക്കാന്നല്ലേ അതിൽ പറയാനുള്ളൂ. ഡ്രൈവർമാരാണ് കൂടുതൽ ശ്രദ്ധ. 100%, 100-110% ഡ്രൈവിങ് ചെയ്യുന്ന എമർജൻസി സർവീസ് ചെയ്യുന്ന ഡ്രൈവർമാർ 100% ശ്രദ്ധിക്കണം. അതിനേക്കാൾ ഉപരി നമ്മൾ പുറത്തുള്ള വണ്ടിക്കാരെയും ശ്രദ്ധിപ്പിച്ചിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. കാരണം ഇതൊക്കെ ആംബുലൻസുകളാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഓരോ നെട്ട് ബോൾട്ടിൽ ഓടുന്ന സംഭവങ്ങളാണ്. എപ്പോഴാണ് എന്താ സംഭവിക്കുക പറഞ്ഞാൽ നെറ്റിൻ്റെ ഒരു വീൽ അഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പോകാവുന്ന വിഷയങ്ങളുള്ള അത് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഒരു വലിയൊരു സംഭവമാക്കി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടിക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാക്കാറ്. എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് സഹായങ്ങളും ഒരുപാട് എന്താ പറയുക ഒരു സൗകര്യങ്ങൾ നമ്മൾ നാട്ടുകാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അവരോട് ഇനി എങ്ങനെയൊക്കെ നന്ദി പറയണമെന്ന് നമുക്കറിയില്ല. കാരണം അവർ ചെയ്യുന്ന ഗുണം കൊണ്ട് ഒരുപാട് ആൾക്കാർ, ഒരുപാട് ജീവനുകൾ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ ഷിയാസ് എടുത്തൊരു കേസ് ഉണ്ടായിരുന്നു നമ്മളെ ആര്യമ്പാവത്തെ, 10 മിനിറ്റ് മുമ്പ് നരമ്പ് കട്ടാവെന്ന് പറഞ്ഞ്. അത് മിംസിലെത്തിയിട്ട് ഇപ്പം ഇന്നലെ ആളുടെ റിവ്യൂ ആയിരുന്നു. ആൾ ഓക്കെയാണ്, കാല് പൾസ് കിട്ടി, ആളിപ്പോൾ ഓക്കെയാണ്. 2ാമത്തെ സർജറിയും 10-ാം തീയതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഞങ്ങൾ കൂടുതൽ എടുക്കുന്നത് കൊണ്ട്, ഈ ടൗണുകൾ കൂടുതൽ സമയം ഞങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് വേണ്ടിയാണ്, ഞങ്ങൾക്ക് വേണ്ടിയല്ല. അതിന് നിങ്ങളെ സപ്പോർട്ട് എല്ലായിടത്തും എല്ലാ നാട്ടിലും അത് ഞങ്ങൾക്ക് കിട്ടിയാലേ ഇനി ഇതേപോലെ ആൾക്കാരെ കഴിച്ചിലാക്കാൻ പോലത്തെ കേരളത്തിലുള്ള അല്ലെങ്കിൽ മുഴുവൻ എല്ലാ നാട്ടിലുള്ള ആംബുലൻസ് ഡ്രൈവർമാർക്ക് അല്ല, എല്ലാ ആംബുലൻസ് ഡ്രൈവർ ഞാൻ ഈവൻ പറഞ്ഞ വിഷയങ്ങളൊന്നും എൻ്റേതായിട്ടുള്ള സ്വന്തം വിഷയങ്ങളല്ല. ഞങ്ങൾ ആംബുലൻസ് കൂട്ടായ്മയുടെ ഒരു കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ട് ഒരു ഗവൺമെന്റ് ഒരു മെഡിക്കൽ ക്ലെയിം പോലും ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് അനുവദിച്ചു തന്നിട്ടില്ല. കാരണം ഞങ്ങളൊക്കെ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു 15 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 15-16 മിനിറ്റ് ഒക്കെ നിങ്ങൾ മൗലാന അൽഷിഫ അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ പറ്റി നിൽക്കുക. നിങ്ങളിപ്പോൾ പെരിന്തൽമണ്ണ ടു മണ്ണാർക്കാട് ടു പെരിന്തൽമണ്ണ എത്ര റണ്ണിംഗ് ടൈം? 15 മിനിറ്റ് 16 മിനിറ്റ് അത്രേ ഉള്ളൂ. നമ്മൾ ആ സമയത്തിൽ എത്തിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പൾസ് ഇല്ലാത്തൊരു കേസ് അല്ലെങ്കിൽ പിന്നെ ഒരു ആക്സിഡന്റ്, ഈ പറഞ്ഞ നരമ്പ് കട്ടാവുക, കാർഡിയാക് കേസൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് 1 മിനിറ്റ് അടക്കം ആ പേഷ്യൻറ്റിന് ഒരു വലിയ സംഭവമാണ്. ഈ BP ഡൗൺ ആയ കേസൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട ഒരു വിഷയമാണ്. അതൊക്കെ ഒരാളെ ജീവൻ വരെ പോകാനുള്ളൊരു സംഭവമാണ്. ഇതൊക്കെ ഒരു അനുഭവത്തിൽ കിട്ടുന്ന വിഷയങ്ങൾ അതൊക്കെ. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി നന്മ ഗ്രൂപ്പ് മാത്രമല്ല കേട്ടല്ലേ, മണ്ണാർക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ ഗ്രൂപ്പ് ആംബുലൻസ് മാത്രമല്ല, കരുണയുണ്ട്, ഷിഫയുണ്ട്, CH ഉണ്ട്, അമാനുണ്ട്, പിന്നെ അതേപോലെ SYS ഉണ്ട്, നവജീവനുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആംബുലൻസ്, ഒരുപാട് കൂട്ടായ്മ. ഞങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആംബുലൻസുകാർ കൂടുതലുള്ള ഏരിയ ആയിരിക്കും മണ്ണാർക്കാടും. അതുകൊണ്ട് അവരൊക്കെ ഞങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളുമാണ്, നല്ല ബന്ധങ്ങളുമാണ്. ഇവരൊക്കെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ പിന്നെ രോഗികളുടെയും ജീവൻ തന്നെയാണ്. ഈവൻ ഇതേപോലെ എന്ത് കേസാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങൾ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ടാണ് മുന്നോട്ട്. നമ്മൾ എന്തെങ്കിലും കാര്യം അങ്ങോട്ട് പറയാം, അവർ അങ്ങോട്ട് പറഞ്ഞാലൊക്കെ നമ്മൾ അവർക്ക് പറ്റാത്ത കേസുകൾ ഞങ്ങൾക്ക് പറ്റാത്തത് അങ്ങോട്ട് കൊടുക്കും. അത് അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ എല്ലാ ഒത്തൊരുമയോടുള്ളൊരു മുമ്പോട്ട് പോക്കാണ്. 100%. ഇതിന് പറയാ വിട്ടുപോയിട്ടുള്ള ആംബുലൻസുകാരുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഇത് എല്ലാവരും ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വർധനയാണ് പറഞ്ഞത്. എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടി ഉണ്ട്. ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയിൽ എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ആംബുലൻസ് ഡ്രൈവർമാരുണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ ജോണി, ജോഷി, അതേപോലെ വെൽക്കർ അനിൽ, പിന്നെ
ഏഞ്ചല് നിഷാദ് അങ്ങനെ ഒരുപാട് ആൾക്കാരും ഇവരൊക്കെ ഞങ്ങളെ കൂട്ടത്തിൽ ഒപ്പം തോളോട് തോളത്ത് നിൽക്കുന്ന ടീമുകളാണ്. പ്രവർത്തന മേഖലയിൽ എല്ലാവരും ഒരുമിച്ചാണ്. ഈവൻ ഞങ്ങൾക്ക് കഴിഞ്ഞ കുറിച്ച് ഞങ്ങൾ വണ്ടി പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ പറഞ്ഞ പോലെ ജോണി ജോഷി ഇവരൊക്കെ ആയിരുന്നു. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമുക്ക് അവരൊന്നും മറക്കാനും കഴിയില്ല, മറക്കൂല അവരെ. അപ്പോൾ ഷിയാസ് ഭായ്, ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മാത്രമല്ലാണ്. നിങ്ങളിപ്പോൾ അത്യാവശ്യം ബിസിനസ്സും കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇപ്പോൾ മണ്ണാർക്കാട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാവും നിങ്ങൾ കച്ചവടം എന്താ കാര്യങ്ങളെന്നൊക്കെ. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു എമർജൻസി കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ആംബുലൻസ് ഡ്രൈവിങ്ങിലേക്ക് വരാനുണ്ടായ ഒരു കാരണം ഉണ്ടാവില്ല, കച്ചവടമൊക്കെ വിട്ടിട്ട്? കച്ചവടം അവിടെ സൈഡിലുണ്ട്, ഇല്ല എന്നല്ല പറയണേ. ഇതിലേക്ക് വരാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? കാരണം എന്ന് ചോദിച്ചാൽ, അതായത് ഏകദേശം ഒരു 9 വർഷം മുന്നേ, 9-10 വർഷം മുന്നേ ഞാൻ കോടതിപ്പടി എൻ്റെ ഷോപ്പ്, അവിടെ നിന്ന് ഷോപ്പ് അടച്ച് പോണ സമയത്ത് അന്ന് മണ്ണാർക്കാട് വട്ടമ്പലം അരിയൂർപ്പാലത്തിങ്ങ് ഒരു വണ്ടി ഇടിച്ച് ബൈക്ക് യാത്രയും റോഡ് കറക്കാണ്. അന്ന് ഞാനും എൻ്റെ അനിയനും പാടെയാണ് എൻ്റെ വണ്ടിയിൽ വട്ടമ്പലം മദർ കെയർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച്. അവിടുന്ന് ഈ വളരെ എമർജൻസി ആയിട്ട് ആ കേസ് ഞാനും ബോൺസിൻ്റെ കാരുണ്യ ആംബുലൻസിൻ്റെ ബോൺസ് ഓനും പാടാണ് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. അത് അന്ന് ആക്സിഡൻറ്റ് പറ്റിയൊരു പയ്യന് തെങ്കരകില്ല ആളാണ്. പക്ഷേ അന്ന് അദ്ദേഹം റോഡിൽ രക്തം വാർന്നിട്ട് കിടക്കണം. പക്ഷെ ആളുകൾ നോക്കി നിൽക്കണം, ആരും അറ്റൻഡ് ചെയ്യണില്ല അതാരും. പക്ഷെ നമ്മൾ എന്താ സ്വാഭാവികം ഷോപ്പ് അടച്ച് വരുന്ന സമയത്ത് ഞാനങ്ങനെ എടുത്തങ്ങനെ കൊണ്ടുപോയി. ഞാനും അദ്ദേഹം പാടാണ് പെരിന്തൽമണ്ണ എത്തിച്ചത്. പക്ഷെ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാക്കുണ്ട് ആ ഡോക്ടർ പറഞ്ഞത്. ഏത് ഡോക്ടറാണെന്ന് എനിക്കറിയില്ല. അവിടുന്ന് ഇങ്ങോട്ടാണ് എനിക്ക് ഈ ഒരു ആക്സിഡൻറ്റ് സംബന്ധമായ കാര്യങ്ങളും ആംബുലൻസ് സംബന്ധമായ കാര്യങ്ങളും ഇതിലേക്കൊരു വളരെ ഒരു എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. ഏതൊരു ജീവനാണെങ്കിലും എന്തൊരു ആക്സിഡൻറ്റ് കേസാണെങ്കിലും എന്ത് അപകടങ്ങളാണെങ്കിലും ഞാൻ അവിടെ എത്തിപ്പെടും. അതുപോലെ തന്നെ ഞാനൊരു വ്യാപാരിയാണ്. അതുപോലെ തന്നെ മണ്ണാർക്കാട് വട്ടമ്പലം ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ പല ഇതിലും വർക്ക് ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞാനും ഡ്രൈവറാണ്. നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ കേസുകളിലോട്ട് പെട്ടെന്ന് അപ്പം നമ്മൾ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും, നമുക്ക് ഒരു ടെൻഷൻ വരും. അപ്പോൾ ചിലപ്പോൾ അതുമൂലം നമ്മൾ ശ്രദ്ധ തെറ്റാം, പലതും സംഭവിക്കാം. പക്ഷേ നിങ്ങൾ പറഞ്ഞല്ലോ ഇത്രയും എമർജൻസി കേസുകളാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേകതരം മനക്കട്ടി തന്നെ വേണം. തീർച്ചയായും വേണം. അതുകൊണ്ട് അത് പറഞ്ഞതേ അത് റിയാസ്ക പറഞ്ഞ മാതിരി നമ്മളെ വണ്ടിയുടെ ഉള്ളിലോ നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ ആയിരിക്കണം. വണ്ടിയുടെ ഉള്ളിലത്തെ പേഷ്യൻ്റെ കാര്യമാണ് മാത്രമേ തീർച്ചയായും അതേ വരുള്ളൂ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണാർക്കാട് കോടതിപ്പടിക്ക് നമ്മളെ CID തൊഴിലാളികളായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരും. നമ്മൾ ഈ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് ടു കോടതിപ്പടിയാണ് നല്ല ബ്ലോക്ക് വരുന്നത്. ഏതൊരു എമർജൻസി കേസ് വരികയാണെങ്കിലും ഏതൊരു ആംബുലൻസ് എമർജൻസി വരികയാണെങ്കിലും എന്നെ വിളിക്കും. ഇങ്ങനെ എമർജൻസി വരുന്നുണ്ട്, വല്ലതും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഷിയാസ്ക ഒന്ന് മാറ്റി തരാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ചെയ്ത് കൊടുക്കും ചെയ്യും. അതിനാണ് നമ്മളെ എമർജൻസി ഷിഫ്റ്റിങ്ങും ഗ്രൂപ്പും കാര്യങ്ങളും എല്ലാതും. അതേ പറഞ്ഞ നമ്മളെ മണ്ണാർക്കാട് ജനങ്ങളാണെങ്കിലും ശരി, എവിടെയുള്ള ആളുകളാണെങ്കിലും ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി, എല്ലാവരും സപ്പോർട്ട് ചെയ്തു തരും നമുക്ക് ഈ ഒരു കാര്യങ്ങൾക്ക്. തീർച്ചയായിട്ടും ഉണ്ടാവും, കാരണം ഒരു ജീവനും കൊണ്ട് പോയല്ലേ നിങ്ങൾ. തീർച്ചയായും CIT തൊഴിലാളികൾക്ക് മണ്ണാർക്കാട്ടിലൊക്കെ നല്ലൊരു പങ്ക് തന്നെയാണ്. CIT തൊഴിലാളികൾ, നെല്ലിപ്പുഴ ഓട്ടോ ഡ്രൈവർമാര്, എല്ലാവരും അതുപോലെ അവിടുത്തെ ട്രാഫിക് പോലീസുകാർ, അങ്ങനെ ഒരുപാട് ടാക്സി ഡ്രൈവേഴ്സ്, ഇവരൊക്കെ റോട്ടിലിറങ്ങും. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാതെ അത് ഇന്ന കേസ് തന്നെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും, ജെന്യൂൻ ആയിട്ടുള്ള കേസാണെന്നുള്ള പല ഭാഗത്തുള്ള ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ ഈ മണ്ണാർക്കാട് പൊതുവെ ബ്ലോക്ക് വരുന്ന ഏരിയയാണ് ടൗണ്. എന്തൊരു എമർജൻസി ഷിഫ്റ്റിംഗ് ആണെങ്കിലും എല്ലാ ഭാഗത്തുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തു തരും. തീർച്ചയായും. നിങ്ങളിപ്പോ ഈ 3 പേര് 4 പേര് അല്ലേ, ഇത് പുതിയ ആള് വന്നാണ് തൽക്കാലം ഇവിടെ അവൈലബിൾ ആയിട്ട് 4 പേര്. നന്മയുടെ ആൾക്കാര് ഇതല്ല കേട്ടോ, നിങ്ങൾ 4 പേരല്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മുമ്പുള്ള ഓടിയിരുന്ന എന്റെ സ്വന്തമായ അനസ് ഉണ്ട്, പിന്നെ ഇജാസ് ഉണ്ട്, ഷനു ഉണ്ട്, ചന്തു ഉണ്ട്, ഫവാസ് ഉണ്ട്. ഓട്ടത്തിലാണോ അപ്പോ? അവരൊക്കെ അല്ല, കുറച്ച് ആൾക്കാർ ഗൾഫിൽ പോയി, കുറച്ച് ആൾക്കാർ ലീവിലാണ്. പിന്നെ സുഭാഷ് ഉണ്ട്, അങ്ങനെ പേര് പറയാൻ അബു അലി, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ചങ്കാണ്. ഞങ്ങൾക്ക് മീൻ എന്ത് കേസ് പറഞ്ഞാലും എന്ത് കിട്ടോ എന്ത് കിട്ടൂലേ എന്നുള്ളതല്ല, എടുത്ത് പോവുക, ആളെ കഴിച്ചിലാക്കുക. എന്ത് കേസാണെങ്കിലും അത് ഞങ്ങളെ ഒരു കൂട്ടായ്മയും ഇത് ചെയ്യാനുള്ള ഒരു ചങ്കുറപ്പ് അല്ലെങ്കിൽ ഈ ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥം ഉണ്ടല്ലോ, അതുള്ള ആൾക്കാരെ മാത്രമേ ഈ ഫീൽഡിൽ പറ്റുള്ളൂ. അത് ശരിയാണ്, മനസ്സിലായോ? ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, നിയാസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ യഥാർത്ഥത്തിലേ ഈ ഇരട്ടച്ചങ്ക് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ജനങ്ങൾ അംഗീകരിച്ചു തരുന്ന വിഷയങ്ങൾ സത്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, പല ആളുകൾക്കും രക്തം കണ്ടുകഴിഞ്ഞാൽ തലയിട്ട് വീണ ആളുകളാണ്. ഇവൻ ഞാൻ വരെ കൂടുതൽ രക്തം അളവിൽ കൂടുതൽ കണ്ട് ഞാൻ തല ഇറങ്ങും.
ഇത് വല്ലാത്തൊരു നിങ്ങൾ നേരത്തെ പറഞ്ഞു മറ്റേ ഈ വഴി മാറ്റി തരാത്തൊരു കേസ് പറഞ്ഞു. അതെന്താ, ഈ ആംബുലൻസിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളുകള് അവനാന്റെ ആളുകളാണെന്നുള്ളൊരു ബോധ്യം വേണം, എന്നാലുള്ളവർ മാറ്റിത്തരുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയൊരു റഫറിംഗ് ഉണ്ടായിരുന്നു പാലക്കാട് നിന്ന് മൗലാനിക്ക്, നമ്മളെ ഉപേരി ചങ്ങലേരിയുടെ മകനാണ്. ഇവിടുന്ന് പോകാനുള്ള ടൈം അന്ന് ഞാൻ പാലക്കാട് സ്പോട്ടിൽ ഞാനുണ്ട്, വണ്ടി അറേഞ്ച് ചെയ്തെടുത്തിട്ട് മൂപ്പര് നേരെ അത് പാലക്കാട് എത്ര വളരെ ചുരുങ്ങിയ ടൈം 1 മണിക്കൂറിനുള്ളിലാണ് പാലക്കാട് നിന്ന് പോലെ. അത് ഞങ്ങൾ ഈ ഷിഫ്റ്റിങ്ങിന്റെ ഒരു രാത്രി ഉള്ള ടൈമാണ് നിങ്ങൾ ക്ലിയർ ചെയ്തത്. അന്ന് ആക്സിഡന്റ് സ്പോട്ടിൽ ഞാനുണ്ട്. 12-11 മണിക്കും ആൾക്കാർ റോട്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട ആൾക്കാർ കരിങ്കലത്താണി, താഴെക്കോട്, 55 മൈൽ, പെരിന്തൽമണ്ണ വരെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാര്, ഒലവക്കോട്, അവരൊക്കെ ഭയങ്കര സപ്പോർട്ട്, സർക്കൽപ്പടി എല്ലാ ഭാഗത്തുള്ള ആളുകളുണ്ട്. ഞങ്ങളെ ഈ ഗ്രൂപ്പിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ വിട്ടാലും അപ്പൊ അതിലുള്ള മറുപടി വരും, സ്പോട്ടിൽ കിട്ടും. കിട്ടുകയും ചെയ്യും. അവരെല്ലാ കാര്യങ്ങളും അതിൽ പിന്നെ ഷെയർ ചെയ്യുകയും ചെയ്യും. അത് വലിയ ഒരു അനുഗ്രഹമുള്ള. മാധ്യമ പ്രവർത്തകരുണ്ട്, എല്ലാ ആളുകളും ഒത്തിരി ഗ്രൂപ്പാണ് നമ്മളത്. കാര്യം ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതല്ല ഞങ്ങളുടെ എല്ലാ ആൾക്കാരും. നിങ്ങളുടെ ഈ ഒരു ജീവിത അനുഭവങ്ങൾ ഉണ്ടല്ലോ, അത് വലിയൊരു ഇമ്പോർട്ടൻ്റ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ ഒരുപാട് സമയം, ഈ വിലപ്പെട്ട സമയം, ഞാൻ ഇന്നലെ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളിവിടെ ഇന്നലെ മിംസിൽ കോഴിക്കോടാണ്. നല്ല തിരക്കുള്ള മനുഷ്യന്മാരാണ്. ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഒരു വിഷയം പൊതുജനത്തിന് അറിയേണ്ട കുറേ സംഭവങ്ങൾ ഉണ്ടാവും. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആർക്കും അറിയാത്ത കേസുകളാണ്. അപ്പോൾ അതൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് മാത്രമേ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു തിരക്ക് പിടിച്ച അർജൻറ്റായി ഓടുന്ന ഈ ഒരു ഓട്ടത്തിൻ്റെ ഇടയിലും എനിക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച് തന്ന നിങ്ങളും, പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ നന്മ ഗ്രൂപ്പിന് ചോദിക്കാം, നിങ്ങളിപ്പോ ഈ നന്മ ഗ്രൂപ്പിൽ കൊടുക്കുന്ന ഫെസിലിറ്റീസ് ഏതൊക്കെ ആംബുലൻസ് ഉണ്ട്? ഇപ്പോൾ ഞങ്ങൾ എല്ലാ ഫെസിലിറ്റിയും കൊടുക്കും, എല്ലാം കൊടുക്കുന്നു. ഞങ്ങൾ കസ്റ്റമറിന് വേണ്ട രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ട്, എല്ലാതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളെ സംഭവം, പിന്നെ നിങ്ങളെ ജോലിയും കാര്യങ്ങളൊക്കെ വളരെ സുന്ദരമായിട്ട്, സങ്കടകരമായ ന്യൂസുകളൊന്നും കേൾക്കാൻ ഇടവരുത്തരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്താം. ഒരു